പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യഗാനേശ്വരിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു വെള്ളിയാഴ്ച ദിവ്യഗാനാഗ്നി ശുശ്രൂഷ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ എന്നെ കാണുവാൻ ഒരു കുടുംബം ദൂരദേശത്ത് നിന്ന് വന്നു. 2 പ്രാവശ്യം വൻകിട ബിസിനസ് ആരംഭിച്ച് പരാജയപ്പെട്ട ഒരു കുടുംബമാണ്. ആദ്യത്തെ ബിസിനസ്സിലെ സ്വന്തം സാമ്പത്തികം മുഴുവനും സ്വന്തം വസ്തുവകൾ വരെ വിറ്റ് നടത്തിയ ബിസിനസ്. രണ്ടാമത് അത് പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത് ഭാര്യയുടെ സമ്പത്തും ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള സഹായം കൊണ്ട് ആരംഭിച്ച ബിസിനസ്. ഇത് രണ്ടും പരാജയപ്പെട്ടപ്പോൾ അവർ വന്ന് ആ കുടുംബം എന്നോട് മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. എന്നോട് ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു. അച്ഛൻ്റെ കയ്യിൽ നിന്നും 1 രൂപ എടുത്ത് ഒന്ന് വെഞ്ചരിച്ച് ഒന്ന് നൽകണം. അതും പ്രകാരം ഞാൻ അവർക്ക് നൽകി. തുടർന്ന് വെള്ളിയാഴ്ച ശുശ്രൂഷയെ സംബന്ധിക്കാനായിട്ട് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അവരുടെ 3ാമത്തെ ആ അവസരം അവർക്ക് പ്രയോജനപ്രദമായി. ഞാൻ വിശ്വസിക്കുകയാണ്, അവരും വിശ്വസിക്കണം, ലോകമെങ്ങും വിശ്വസിക്കണം. ഞാൻ കൊടുത്ത 1 രൂപയുടെയോ ആ 1 രൂപ വെഞ്ചരിച്ചതിൻ്റെ പ്രത്യേകതയോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അവർ വിശ്വസിച്ചു എന്നുള്ളതാണ് അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത്. ഇന്നും ഈ ദിവ്യഗാനത്തിന് മുമ്പിൽ വെച്ച് ദിവ്യഗാനനാഥൻ്റെ മഹത്വരങ്ങൾ, ഉന്നതമായ പ്രവൃത്തികൾ പ്രഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ പുത്രനിൽ വിശ്വസിക്കണം, അവിടുത്തെ കാരുണ്യത്തിൽ വിശ്വസിക്കണം, ദിവ്യഗാനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം. 1 കൊരിന്തോസ് 1-ാം അധ്യായം 28-ാം തിരുവചനം: നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട്യ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. അതെ, ലോകത്തിൻ്റെ ഗതിവിധികൾക്കനുസരിച്ച് നമ്മളൊരു പക്ഷേ ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നെന്ന് വരും, അല്ല ദൈവത്തെ അവഗണിച്ചെന്ന് വരും, അല്ലെങ്കിൽ ഇതെല്ലാ കഴിവുകളും സ്വന്തം നേട്ടമാണെന്ന് കരുതിയെന്ന് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ തകർച്ച ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതം അങ്ങനെ ആകരുത്. എത്ര ഉയർച്ച ഉണ്ടായാലും അത്രമാത്രം താഴ്മയുള്ളതാകണം, അത്രമാത്രം എളിമയുള്ളതാകണം. കാരണം ദൈവത്തിൽ നിന്ന് ദാനമായിട്ടല്ലാതെ നാം ഒന്നും സ്വീകരിക്കുന്നില്ല. ഈ ഒരു മനോഭാവത്തോടെ ജീവിക്കാൻ നമുക്കിടയായാൽ തകർച്ചകൾ അധികം അഭിമുഖീകരിക്കേണ്ടി വരില്ല. കാരണം ഉന്നതനായ സർവശക്തനായ ദൈവം സഹായിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, കൃപയായി, സാന്നിധ്യമായി എപ്പോഴും കൂടെ ഉണ്ടാകും. ആ വിശ്വാസം നമ്മളെ ശക്തിപ്പെടുത്തണം. ആ വിശ്വാസം നമ്മളെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കണം. അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ നമ്മളെ കൈപിടിച്ചുയർത്തണം. അങ്ങനെയാണ് നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി തീരുക. നമുക്ക് ദിവ്യഗാനനാഥൻ്റെ സഹായം, ആശീർവാദം തേടാം. ദിവ്യഗാനനാഥ, ലോകമെങ്ങുമുള്ള മക്കളെ, എളിമയോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങ് തന്നെ കൈനീട്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.